പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ നാടുകളിൽ നിന്ന് പല രൂപത്തിലും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലേ? പ്രത്യേകിച്ച് സൽക്കാരങ്ങൾ, കല്യാണങ്ങൾ, അതിലെല്ലാം വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ നൽകിയിട്ട് നമ്മൾ അതിഥികളെ സൽക്കരിക്കുന്നവരും സ്വീകരിക്കുന്നവരൊക്കെയാണ്. ഇതിന് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ഫുഡുകൾ, പുതിയ പുതിയ ഭക്ഷണ രീതികൾ, അതെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം സജീവമായിരിക്കുന്ന ഈ കാലത്ത്. എന്നാൽ നമ്മുടെ നാട്ടിലും ഇപ്പോഴും ഒരുപാട് ആളുകളും പട്ടിണിയിലാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകൾ നമ്മുടെ ഈ കേരളത്തിലും ഒരുപാടുണ്ട് എന്നുള്ളത് നമ്മൾ പലരും ചിന്തിക്കുന്നു, മറക്കുന്നുമില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ ഞാൻ വായിച്ച കൂട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ മിനിയാന്നായിട്ട് രത്തൻ ടാറ്റ അദ്ദേഹം ജർമ്മനി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എഴുതി വച്ചത് ഞാൻ വായിക്കാനിട വന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ ആ രൂപത്തിൽ നമ്മളൊക്കെ സൽക്കരിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഈ കാലത്ത് നമ്മൾ മലയാളികൾക്ക് രത്തൻ ടാറ്റ എഴുതി വെച്ച ആ അനുഭവക്കുറിപ്പിൽ വലിയ പാഠമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ അടുത്ത് ജർമ്മനി സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ജർമ്മനിയിലെത്തിയ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരു തരക്കേടില്ലാത്ത ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയ സന്ദർഭത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ആ കടയിൽ ഓരോ ടേബിളിൻ്റെ ചുറ്റുഭാഗത്തും ഓരോ ഫാമിലി ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഒരു ഹോട്ടലിൽ കയറിയാൽ, ഒരു ഫാമിലിയായിട്ട് കയറിയാൽ എങ്ങനെയാണ് ഭക്ഷണം ഓർഡർ ചെയ്യാറ് അറിയാമല്ലോ. എന്നാൽ അതൊന്നുമില്ല. ഒരു ഇനം മാത്രം ഓർഡർ ചെയ്ത് അതും ഇങ്ങനെ കുത്തിക്കുറിച്ച് അത് അല്പം പോലും ബാക്കി വെക്കാതെ കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആ ജർമ്മൻ ഫാമിലിയെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. നമ്മളാണെങ്കിലോ? ഏതായാലും ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാതെ ഭക്ഷണം ഓർഡർ ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ 1-2 ആളുകൾ കുറച്ച് ഭക്ഷണം അവിടെ ബാക്കിയാക്കി. അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ജർമ്മൻ ഫാമിലിയിലുള്ള ഒരു വയസ്സായ ഒരു സ്ത്രീ ഞങ്ങളെ ഇങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയോ ജർമ്മൻ ഭാഷയിൽ ഇങ്ങനെ പിറുപിറുത്തു. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഉടനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവിടെ ഇടപെടുകയും ഇംഗ്ലീഷിൽ ആ സ്ത്രീയോട് ചിലതൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ ഭക്ഷണം ബാക്കി വെച്ചതിൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചതാണ്. ഉടനെ എൻ്റെ സുഹൃത്ത് ആ സ്ത്രീയോട് പറഞ്ഞു, ഞങ്ങളുടെ കാശ്, ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചു, അതിൽ നിങ്ങൾക്ക് എന്താണ് എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ സമയത്ത് പെട്ടെന്ന് ആ വൃദ്ധയായ സ്ത്രീ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ആർക്കോ കോൾ ചെയ്തു. ഉടനെ ഹോട്ടലിൻ്റെ മുൻഭാഗത്ത് ഒരു ഉദ്യോഗസ്ഥൻ വരികയും, ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ചാൽ ഈ സാമൂഹിക ക്ഷേമ വകുപ്പിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ വന്ന് ഉടനെ ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഫൈനിട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ ക്യാഷ്, നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിക്കാം എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ന്യായം തന്നെ. മണി ഈസ് യുവേഴ്സ്, പണം നിങ്ങളെ തന്നെയാണ്. പക്ഷേ ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ക്ഷേമമുണ്ടല്ലോ, ഇതിനുള്ള ഈ ഒരു പിൻബലമുണ്ടല്ലോ, അത് ഈ രാജ്യത്തിൻ്റേതാണ്. അത് ഇവിടുത്തെ ഓരോ പൗരനിക്കും ഓരോ മനുഷ്യനിക്കും അവകാശപ്പെട്ടത് കൂടിയാണ്. അത് നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഭക്ഷണം അമിതമായിട്ട് മേടിച്ച് ഓർഡർ ചെയ്തിട്ട് ഒരിക്കലും വേസ്റ്റാക്കരുത്. അങ്ങനെ വേസ്റ്റാക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഒരു അക്രമമാണ് അത് എന്നുള്ളത് ഇനിയെങ്കിലും ഓർക്കുക. രത്തൻ ടാറ്റ പറയുന്നു, ഇതെനിക്ക് വലിയ ഒരു അനുഭവവും വലിയ ഒരു തിരിച്ചറിവുമാണ് ചെയ്തത്. പിന്നീട് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കുടുംബത്തിലും ആ ഒരു സിസ്റ്റം ഭാവിയിൽ അത് അങ്ങനെ തന്നെ തുടർന്നു പോവാൻ, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ലോണെടുത്ത് കടം മേടിച്ച് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ പല ഫംഗ്ഷനും നടത്തുമ്പോൾ
എത്ര ഭക്ഷണപ്പൊതികളാണ് കുപ്പത്തൊട്ടിയിലേക്കും അതുപോലെ ആർക്കും കഴിക്കാൻ പറ്റാത്ത രൂപത്തിലും പിച്ച് ചീന്തിയിട്ടൊക്കെ തള്ളുന്നത് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ചിന്തിച്ച് രത്തൻ ടാറ്റയുടെ ഈ ഒരു അനുഭവക്കുറിപ്പിൽ ആ ജർമ്മൻ നിവാസികളായ ആ ഫാമിലി പറഞ്ഞ ഈ വാക്കിൽ, അതുപോലെ തന്നെ അവിടുത്തെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ആ ഒരു പ്രത്യേക ഉപദേശത്തിലും നമുക്കും പലതും പഠിക്കാനില്ലേ?